സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 2.5 ലക്ഷം രൂപയുടെ പൊന്നുമായി ഈ വാരം സ്വർണവാരം. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്നു മുതൽ പങ്കെടുക്കാം. പുത്തൻ പ്രസിരിപ്പോടെ സൂര്യ ടിവി. പോയി ഗംഗയെ കൊല്ല്. ഗംഗയെ കൊന്നിട്ട് വാ. വെള്ളം കുടിച്ചോ? വെള്ളം മതിയോ ആന്റി? ആന്റി ശരിക്കും ആരാ? ഞാൻ ദേവിയുടെ ഫ്രണ്ടാ. ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കോ? കല്യാണം നല്ല രീതി നടക്കാനായിട്ട് യാഗം ചെയ്യുമായിരുന്നു ഞാൻ. ആണോ ആന്റി?
ജാനകിയുടെ മോളാ അല്ലേ? അതെ. അതെങ്ങനെ ആന്റിക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലായത്? എന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അയ്യോ എന്റെ മോളെ, എന്റെ മോളെ, നീ എന്നെ എന്തിനാ തനിച്ചാക്കി പോയത് കവിതേ? നിനക്ക് ഈ ഗതി വരുത്തിയവനെ അവന്റെ കുടുംബത്തെ ഞാൻ വെറുതെ വിടില്ല. ദേവസേന, മോളെ എവിടെയാ? ഞാനിവിടെ ഉണ്ടാച്ചതാ വരുന്നു. അല്ല, ഇതെന്ത് പറ്റി? പൂജ ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ, എന്താ പറ്റിയത്? ഞാൻ പറത്തിവിട്ട ചക്രം തിരിച്ചെന്നെ തന്നെ ആക്രമിച്ചു. അപ്പോ ഗംഗ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? കാരണം അവള് പൂജാവലയത്തിനുള്ളിലാണുള്ളത്. മന്ത്രത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. എന്താ ഇത്? നിങ്ങൾക്കറിയാത്ത പൂജാവിധികളോ മന്ത്രങ്ങളോ വല്ലതുണ്ടോ? തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? എന്നെയും തോൽപ്പിക്കുന്ന ശക്തി ആ ഹോമത്തിനുണ്ട്. അഗ്നിയുടെ ശക്തി വേറെ, ഹോമത്തിന്റെ ശക്തി വേറെ. രണ്ട് ശക്തിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. അതിനെതിരെ നമ്മൾ എന്ത് ചെയ്താലും അത് തിരിച്ചടിക്കും. എന്ത് മറഞ്ഞിരുന്നാലും അത് പുറത്തു കൊണ്ടുവരും. ഇവരുപയോഗിച്ച് കല്യാണം മുടക്കാന്ന് കരുതിയതാണല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഞാൻ തന്നെ കളത്തിലിറങ്ങിയാലേ ശരിയാവൂ. എന്ത് പറ്റി? ഗംഗേ, മോളെ, എന്ത് പറ്റി? മോളെ, നീ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഗംഗേ, മോളെ, ഗംഗേ, 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 അയ്യോ, ഇവക്ക് എന്താ പറ്റിയേ? ആർക്കറിയാം? മോളെ, ഗംഗേ, മോളെ, ഗംഗേ, എന്താ പറ്റിയത്? ഒന്ന് നിന്നേ. ഗംഗേ, നിക്ക്, നീ ഓടല്ലേ? ഗംഗേ, 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 മോളെ, ഗംഗേ, മോളെ, ഗംഗേ, എന്താ ഇത്? മോളെ, ഗംഗേ, വാതിൽ തുറക്ക്. മോളെ, നിനക്കൊന്നുമില്ലല്ലോ. നീ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ ഓടിപ്പോകുന്നത്? മോളെ, മോളെ, ഗംഗേ, നീ എന്താ ഗംഗേ, വാതിൽ തുറക്ക്.
എന്തെങ്കിലും ഒന്ന് പറ മോളെ. ഞങ്ങളെ ടെൻഷൻ ആക്കാതെ ഒന്ന് മാത്രം തുറക്കുക. ഗംഗേ, എന്താ മോളെ? കഥ തുറക്ക്. മോളെ, മോളെ എന്ത് പറ്റി? കഥ തുറക്ക് മോളെ. ഒന്നും മിണ്ടാത്തെ. എന്തെങ്കിലും ഒന്ന് പറ മോളെ. നീ കഥ തുറന്നേ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വിവാഹം നല്ല രീതിയിൽ നടക്കാനും വേണ്ടിയിട്ടല്ലേ പൂജ നടത്തുന്നത്. എന്നിട്ട് ഇങ്ങനെ പാതിയിൽ എഴുന്നേറ്റ് വന്നാ അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് ഏട്ടന്. അപശകുനല്ലേ അത്? ഈ അപശകുനം പിടിച്ച വർത്താനം ആദ്യം നിർത്ത്. നിന്റെ വായ നടച്ചു വെച്ചാൽ തന്നെ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറയും? കേട്ടില്ലേ ചേച്ചി പറഞ്ഞില്ല എന്താ തെറ്റ്? ഗംഗേ, 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 മോളെ, മോളെ നീ കഥ തുറക്ക്. മോളെ, നീ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ? എന്താ മോളെ നിനക്ക് പറ്റിയേ? പൂജയിലിരുന്നപ്പോ ചൂട് സഹിക്കാനായില്ല. എന്തോ പോലെയായി എനിക്ക്. അത്രയും നേരം എനിക്കവിടെ ഇരിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ പാതിയിൽ എണീറ്റിങ് വന്നത്. അച്ഛന് എന്നോടൊന്നും തോന്നരുത്. സാരമില്ല മോളെ, നീ ഒന്ന് പോയി റെസ്റ്റ് എടുക്ക. കുട്ടിക്ക് എന്താ പറ്റിയത്? തിരുമേനി, ഒരുപാട് സമയം പൂജയ്ക്ക് വേണ്ടി ഇരുന്നത് കൊണ്ട് ചൂട് സഹിക്കാൻ പറ്റിയില്ലെന്നാണ് അവൾ പറഞ്ഞത്. പൂജ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നില്ലേ? അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ തിരുമേനി? കന്യകാപൂജയിലെ വിഘ്നം വരുന്നത് വലിയ അപശകുനമാണല്ലോ. അത് കൊള്ളാലോ. തിരുമേനി, ഈ പറഞ്ഞ കാര്യം മറ്റുള്ളവരാരും അറിയാതെ നോക്കണം. അറിഞ്ഞാ അവരുടനെ കല്യാണം മുടക്കാൻ നോക്കും. അതുകൊണ്ട് മറ്റുള്ളവരറിഞ്ഞ് ഇതൊരു വിഷയമാകാതെ ഈ കല്യാണം നടക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ തിരുമേനി. ഒരു പരിഹാരമുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ തിരുമേനി. കൊട്ടാരത്തിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി കല്യാണച്ചക്കന്റെ പേരിൽ ഒരു അർച്ചന കഴിച്ചോളൂ. പയ്യൻ നിർബന്ധമായും പോയിരിക്കണം. എന്നിട്ട് അയാള് മാത്രം 9 തവണ ശ്രീകോവിലിന് പ്രശ്നം വെക്കണം. ഒന്നും പേടിക്കണ്ട, പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക, എല്ലാം ശരിയാവും. ഞാനും ചെയ്യുന്നുണ്ടൊരു പരിഹാരം. ശരി തിരുമേനി. ഹലോ, ഞങ്ങൾ റെഡിയാണ്. പറയ് മാഡം. പയ്യൻ കൊട്ടാരത്തിനടുത്തുള്ള ദേവിയുടെ അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്നുണ്ട്. അവനെ കടത്തിക്കൊണ്ടു പോവാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല. അമ്പലത്തിൽ വെച്ച് അവനെ കടത്തിയിരിക്കണം. പ്ലാനെല്ലാം പക്കയായിരിക്കണം. ഒരു കാരണവശാലും പിടിക്കപ്പെടരുത്. പ്ലാൻ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം തൊഴാം, എന്നിട്ടാണ് തന്റെ പ്രസാദം കഴിക്കുന്നത്. നടക്കിങ്ങോട്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണി നമോസ്തുതേ. ആദ്യാസനായ വിദ്മഹേ കന്യാകുമാരീ തന്നോ ദുർഗേ പ്രചോദയാത്. ത്രിപുരസുന്ദര്यै നമഃ. സകലസൗഭാഗ്യസിദ്ധിരസ്തു സകലകാര്യജയപ്രാപ്തിരസ്തു സർവാർത്ഥസിദ്ധിരസ്തു.
അരുണേ, എന്താ നീ ഒന്ന് പോയി നല്ലപോലെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ചിട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ടാവും. ശരി അളിയ, ഞാനപ്പോഴേക്കും പുറത്തേക്ക് പോയിട്ട് ഒരു ചെറിയ പണി തീർത്തിട്ട് വന്നല്ലോ. കുഴപ്പമുണ്ടാ? നടയ്ക്ക് കൊടുത്തോണ്ടെന്ന് പ്രസാദം വാങ്ങാനല്ലേ. താൻ ചെന്ന് കഴിച്ചോ. അളിയനുണ്ടെന്നാ താൻ ചെല്ല്. ശരി എന്നാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കണട്ടാ. അമ്പലത്തിലധികം ആളുകളൊന്നുമില്ല. സംഭവം ഈസിയാണ്. പക്ഷെ നമ്മളെ ചെക്കനെ എങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കതീന്ന്? അതല്ലേ അണ്ണ അവര് പറഞ്ഞത്, ലവ 9 തവണ ശ്രീകോവിൽ ചുറ്റി വരുമെന്ന്. യവൻ ചുറ്റുന്ന അവനെ അങ്ങ് പോക്ക. അത് തന്നെ. ഇയാളെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എന്താ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഓ, ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ചാർജർ ഇനി എവിടെയാണാവോ? ഹലോ. ആ മാഡം, ചെക്കനെ പൊക്കിട്ടാ. സത്യാണോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ കിഡ്നാപ്പിംഗ് ജീവിതത്തില് ഇത്ര വൃത്തിയായിട്ട് ഒരുത്തനെ പോക്കണത് ആദ്യമായിട്ടാ മാഡം. ഓക്കെ, അവനെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. വളരെ ഡീസന്റ് ആയിട്ട് വേണം പെരുമാറാൻ. ഞാൻ തിരിച്ചു വിളിക്കാം. ശരി മാഡം. എന്റെ ആഗ്രഹം പോലെ ഇപ്പൊ കല്യാണം മുടങ്ങും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. കലക്കി. ഓം വാഗർത്താദുജപദമ്മർത്തോ വാഗർത്തപ്പതിപത്രജേ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരം ജ്ഞാനാനന്ദമജം ദേവം നിർമ്മലസ്ഫടികാകൃതം ആധാരം സർവവിദ്യാനാം അജദേവ ഉപാസ്മഹൻ മാതൃദേവതാഭ്യോ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി. അമ്പലത്തിൽ പോയിട്ട് മുരളി. ആഘോഷിച്ചു ആഘോഷിച്ചു. കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ. തമ്പുരാനെ, പയ്യനെത്തിയെങ്കിൽ വരാൻ പറയൂ. വരും വരും, ഇപ്പൊ വരും. നോക്കിയിരുന്നു. പാപം. അളിയാ, മുഹൂർത്താവണോ? പയ്യനോട് വരാൻ പറയൂ. ദേ വന്നല്ലോ. ആണോ? ഈ ഗെറ്റപ്പിൽ ഗ്ലാമറാടാ. വേണമെങ്കിൽ സ്ഥിരമാക്കിക്കോ. എടാ മണവള കലക്കിട്ടോ. എടാ കാര്യായിട്ടാ. നീ വെറുതെ പറയാ. വാമനെ വന്നേ. ഇവനെങ്ങനെയാ രക്ഷപ്പെട്ടത്? മുരളി, അവനോട് ചെല്ലേ. മോനെ, തിരുവേനി പറഞ്ഞ പോലെയൊക്കെ ചെയ്തില്ലേ? ഇവൻ രക്ഷപ്പെട്ടു പോന്നതാണോ അതോ ആർക്കിനെ ആള് മാറിപ്പോയോ? മണ്ഡപത്തിലേക്ക് കയറിക്കോ മോനെ. ആ വരൂ, എല്ലാവരെയും വണങ്ങിക്കോളൂ. നമ്മുടെ പിതൃക്കളെയും കൂടി നമസ്കരിച്ചോളൂ. ഇനി അവിടെ ഇരുന്നോളൂ. ഈ മാലയിടൂ. അരുണ്ണല്ലെങ്കിൽ പിന്നെ അവരാരെയായിരിക്കും കടത്തിക്കൊണ്ട് പോയത്? പറയും മാഡം.
ഹലോ എടോ ചെറുക്കനെ കടത്തിയെന്ന് കള്ളം പറഞ്ഞു അല്ലേ? എന്തുട്ടിത്? നിങ്ങൾ പറഞ്ഞ പോലെ ചെക്കനെ നമ്മൾ കടത്തിയിട്ട് നേരം കുറയാലോ. ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടോ? താൻ പിന്നെ ആരെ തട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നു? ഗണപതി, നിന്റെ വയറ് കാണുമ്പോ എന്റെ വിശപ്പ് കൂടാ. എന്താ ചെയ്യാ? ഇയാളെ കണ്ട് നല്ല പ്രായം തോന്നല്ലോ. ഇവൻ തന്നെയാണോ കല്യാണം? രണ്ടാം ഘട്ടം നല്ലടാ പറഞ്ഞേ. അപ്പൊ പിന്നെ പ്രായില്ലേണ്ടിരിക്കൂടാ. അവൻ തന്നെയുടെ ചെക്കൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. വിട്ടുപോ സാറേ. ഞാൻ ചോദിച്ചോന്ന് ഇന്നൊരു നീ തരാതിരുന്നു സാറേ. സാറാ കൊട്ടാരത്തിൽ ചെക്കനല്ലേ? അതെ. കണ്ടറിഞ്ഞൂടെ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാണ്ടായിരുന്നു. ആ പറഞ്ഞോ. കമോൺ. സാറ് തൃശ്ശൂരല്ലേ? ആ ഒല്ലൂര്. എന്തിഷ്ട ആളിവിടെ ഉണ്ട്. ആള് തന്നെ പറഞ്ഞ കൊട്ടാരത്തിൽ ചെക്കനാന്ന്. ഇനി അതെന്റെ ഭർത്താവ് അങ്ങനെയാണോ? അയാൾ എപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്ന ആളാണോ? ഓ, വന്നപ്പോ തൊട്ട് തുടങ്ങി തീറ്റ. എന്ത് സാധനത്? ഞങ്ങക്ക് വാങ്ങിച്ച ഫുഡ് അടക്കം കൊടുത്തിട്ടും ആൾക്ക് മതിയാവണ ലക്ഷണമൊന്നും കാണില്ല. ഈ തീറ്റിക്കണേനൊക്കെ വേറെ എക്സ്ട്രാ കാശാവട്ടെ മാഡം. അങ്ങനെയാണല്ലോ ഇവന്മാര് കടത്തിക്കൊണ്ട് പോയത്. എടോ, നിങ്ങൾ കല്യാണ ചക്കനെയല്ല, ഈ എന്റെ ഭർത്താവിനെ കടത്തിക്കൊണ്ട് പോയത്. അയ്യോ സോറി മാഡം. എന്നാ ആളങ്ങോട്ട് പറഞ്ഞു വിട്ടേട്ടെ. എങ്ങോട്ട് പറഞ്ഞു വിടട്ടേന്നോ? ഒന്നും വേണ്ട, അങ്ങനെ അവിടെ കഴിച്ചോണ്ടിരിക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങ് ചെയ്താ മതി. പറയൂ മാഡം. എന്തുട്ടാ മാഡം പറഞ്ഞേ? ഇങ്ങോട്ടേക്കൊന്നും ചോദിക്കണ്ട. ഈ കല്യാണം മുടക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല.